നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മഹത്തായ കാലത്തിലെ ഒരു നിസാരഖണ്ഡം മാത്രമാണ് നമ്മുടെ ആയുസ്. ഇതിനെ സാരവത്താക്കുന്നത് ഈ ആയുസ് കൊണ്ട് നാം സമ്പാദിക്കുന്ന കീർത്തിയും ധർമ്മവുമാണ്. കീർത്തി എന്ന് പറയുന്നത് മാധ്യമ പ്രശസ്തിയോ അന്യരുടെ പ്രശംസ പിടിച്ചുപറ്റലോ അല്ല. ദാനം മുതലായവയിൽ നിന്നുണ്ടാകുന്നതാണ് കീർത്തി. ദാനാദി പ്രഭവ കീർത്തി എന്നാണ് ശാസ്ത്ര പ്രമാണം. സദ്ഗുണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന പ്രതിഷ്ഠയാണ് കീർത്തി. അതുപോലെ ആയുസ് കൊണ്ട് നേടേണ്ട പ്രധാന കാര്യം ധർമ്മമാണ്. ധർമ്മം ചര എന്നാണ് വൈദിക ഋഷിമാരുടെ മുഖ്യ ഉപദേശം. സ്വകർമ്മങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്താൽ മതി, അത് ധർമാചരണമാകും. ലോകനന്മയ്ക്കായി ചെയ്യുന്നതെല്ലാം ധർമ്മമാണ്. അന്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഹിതകരമാകുന്ന പെരുമാറ്റം ധർമ്മം നേടിത്തരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ധർമ്മത്തെ പാലിച്ചാൽ ധർമ്മം നമ്മെയും പാലിക്കുമെന്ന്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കപഥ്യതരോ ധർമ്മഃ കശുചിരിഹ യസ്യ മാനസം ശുദ്ധം കപണ്ഡിതോ വിവേകി കിം വിഷമവധീരണ ഗുരുഷു കപഥ്യതരോ ധർമ്മഃ കശുചിരിഹ യസ്യ മാനസം ശുദ്ധം കപണ്ഡിതോ വിവേകി കിം വിഷമവധീരണ ഗുരുഷു. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം കേൾക്കാം. പ്രശ്നോത്തര രത്നമാലികയിൽ 3 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. വിവേകികൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ളത് എന്താണ് ചോദിച്ചു. മറുപടി പറഞ്ഞു, സംസാര സന്തതി ഛേദമാണ്. എന്താണ് മോക്ഷമാകുന്ന വൃക്ഷത്തിൻ്റെ ബീജം? അവിടെ മറുപടി പറഞ്ഞു, സമ്യജ്ഞാനമാണ്. പ്രായോഗികമായ പ്രയോഗത്തിൽ വരുന്ന സമ്യജ്ഞാനം. തുടർന്ന് കപഥ്യതരോ ധർമ്മഃ കശുചിരിഹ യസ്യ മാനസം ശുദ്ധം കഃ പണ്ഡിതോ വിവേകി കിം വിഷമ അവധീരണ ഗുരുഷു. കപഥ്യതരോ ധർമ്മഃ കശുചിരിഹ യസ്യ മാനസം ശുദ്ധം കഃ പണ്ഡിതോ വിവേകി കിം വിഷമവധീരണ ഗുരുഷു. കഹ പഥ്യതരഃ? ഒന്നാമത്തെ ചോദ്യം. കഹ പഥ്യതരഃ? പഥ്യതരമായത് എന്താണ്?
പഥി എന്ന് പറഞ്ഞാൽ വഴിയാണ്. പഥ്യം എന്ന് പറഞ്ഞാൽ അവലംബിക്കാവുന്നത്, ചെയ്യാവുന്നത് അഥവാ ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള പദമാണ് പഥ്യം എന്നുള്ളത്. മലയാളത്തിലും നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ശബ്ദമാണ്. ഔഷധം, പഥ്യം എന്നിവ ഒന്നിച്ചനുഷ്ഠിക്കണം. ഔഷധ സേവയും പഥ്യാചരണവും ഒന്നിച്ച് വേണം. ജീവിതത്തിൽ പഥ്യമായതേ പറയാവൂ, ചെയ്യാവൂ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പഥ്യം എന്ന് പറഞ്ഞാൽ അവലംബിക്കാവുന്നത്, അവലംബിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് എന്നർത്ഥം. പഥ്യത്തിൽ വെച്ച് കൂടുതൽ പഥ്യമായത്, അതാണ് പഥ്യതരം. 2 പഥ്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചോളൂ. ആ 2 പഥ്യങ്ങളിൽ കൂടുതൽ പഥ്യമായതേതോ അതാണ് പഥ്യതരം. അതിനു മുകളിൽ പഥ്യതമമുണ്ട്, ഏറ്റവും പഥ്യമായത്. അതിവിടെ ചോദിച്ചിട്ടില്ല. എന്താണ് പഥ്യതമം എന്ന് ചോദിച്ചില്ല, പഥ്യതരം എന്താണെന്നാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അങ്ങേയറ്റം സമാശ്രയിക്കപ്പെടേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മോക്ഷം അല്ലെങ്കിൽ സമ്യജ്ഞാനം എന്നുള്ളതിലേക്ക് വീണ്ടും എത്തിച്ചേരേണ്ടി വരും. അപ്പം വ്യാവഹാരികമായി ഏറ്റവും വലിയ പഥ്യം എന്താണ്? ഇതാണ് ചോദ്യം. മറുപടി ധർമ്മഃ, ധർമ്മമാണ്. ജീവിതത്തിൽ ധർമാചരണമാണ് പഥ്യതരമായത്. അപ്പോൾ അവലംബിക്കേണ്ടത് എന്തോ, ഏറ്റവുമേറെ സമാശ്രയിക്കേണ്ടത് എന്തിന് എന്ന ചോദ്യത്തിന് ധർമ്മം എന്നാണ് മറുപടി. ധർമ്മശബ്ദത്തിന് വാസ്തവത്തിൽ ഒറ്റവാക്കിൽ നമുക്ക് മറ്റൊരു ഭാഷയിലും തർജ്ജമ ചെയ്യാൻ കഴിയാത്ത പദമാണ് ധർമ്മശബ്ദം. ലോകത്തിൽ മറ്റൊരു ഭാഷയിലേക്കും സംസ്കൃത തദ്ഭവമല്ലാത്തൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ കഴിയില്ല. വിസ്തരിക്കാം, അനുവാദം ചെയ്യാം. ധർമ്മം നമ്മയെല്ലാം ചേർത്ത് കോർത്ത് ധരിക്കുന്നതാണ്. ധർമ്മം നാം എല്ലാം ജീവിതത്തിൽ ധരിക്കേണ്ടതാണ്. അനേകം ആചാര്യന്മാർ ധർമ്മത്തെ നിർവചിക്കുകയും വിശദീകരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരർത്ഥത്തിൽ മഹാഭാരത ഇതിഹാസം മുഴുവൻ, ലക്ഷോപരി ശ്ലോകങ്ങളിലുള്ള മഹാഭാരത ഇതിഹാസം മുഴുവൻ ധർമ്മത്തിൻ്റെ വ്യാഖ്യാനമാണ്. എങ്കിലും ഏകവാചകത്തിലൂടെ അനേകം ആചാര്യന്മാർ ധർമ്മത്തെ വിശദീകരിച്ചിട്ടുണ്ട്, അഥവാ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠമായി എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്നത് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ, ശങ്കരാചാര്യസ്വാമികൾ തന്നെ നമുക്ക് നൽകിയിട്ടുള്ളൊരു നിർവചനമാണ്. ഗീതാഭാഷ്യത്തിൻ്റെ ഉപോദ്ഘാതത്തിൽ ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രയസ ഹേതു യഹ സഹ ധർമ്മ എന്ന് പറയും. ഈ ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണവും എല്ലാ പ്രാണികളുടെ അഭ്യുദയത്തിനും നിശ്രേയസത്തിനും കാരണവും എന്തോ അതാണ് ധർമ്മമെന്ന്. ഇപ്പം ജഗത്തിൻ്റെ നിലനിൽപ്പിന് കാരണം എന്ന് പറയുമ്പോൾ അഗ്നിയുടെ സ്വഭാവത്തിലിരിക്കുകയും ജലം ജലത്തിൻ്റെ സ്വഭാവത്തിലിരിക്കുകയും വായുവിൻ്റെ സ്വഭാവത്തിലിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത്. സങ്കരഭാവം വരാതെ ഓരോന്നും അതിൻ്റെ തനിമയിൽ നിലകൊള്ളുമ്പോഴാണ് ഈ ജഗത്ത് നിലനിർത്തപ്പെടുന്നത്. അപ്പോൾ അതാണ് ധർമ്മം, അതോരോന്നിൻ്റെയും ധർമ്മമാണ്. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓരോ വ്യക്തിയും തന്നെ സുഖത്തിനായിക്കൊണ്ടാണല്ലോ ജീവിക്കുന്നത്, അതിൽ സന്ദേഹമില്ല. അപ്പോൾ സുഖത്തിനായിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ തൻ്റെ സുഖത്തിന് ഇന്നിന്നതൊക്കെ ആവാം, ഇന്നിന്നതൊന്നും ആയിക്കൂടാ, ഇന്നതൊക്കെ ചെയ്യാം, ഇന്നതൊന്നും ചെയ്യരുത് എന്നുള്ള ചില മൂല്യബോധങ്ങളെ സ്വീകരിച്ച് ധരിച്ചാൽ മാത്രമേ സുഖത്തിനായി വ്യക്തി കഴിയുമ്പോൾ സമാജം നിലനിൽക്കൂ, അല്ലെങ്കിൽ സമാജം നശിപ്പിക്കപ്പെടും. എൻ്റെ സുഖത്തിന് എന്തു ആവാം, ആരെ കൊന്നാലും ഒന്നുമില്ല, ആരത് മോഷ്ടിച്ചാലും ഒന്നുമില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ സമാജം നിലനിൽക്കില്ല. അപ്പോൾ ഇന്നതൊക്കെ ആവാം, ഇന്നതൊന്നും ആയിക്കൂടാ എന്ന ചില മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വ്യക്തി കഴിയാൻ. അത്തരം മൂല്യബോധത്തിൻ്റെ ആകത്തുകയാണ് ധർമ്മം. ഇത് ജീവിതത്തിൽ ധരിക്കാനുള്ളതാണ്, പാലിക്കാനുള്ളതാണ്. അങ്ങനെ ധർമ്മത്തെ നമ്മൾ ധാരണം ചെയ്യുമ്പോൾ ധർമ്മം നമ്മളെയും ധാരണം ചെയ്യും. അവിടെ ധാരണാത് ധർമ്മ
ധാരണം ചെയ്യുന്നത് കൊണ്ടാണ് ധർമ്മം. ഇപ്പം എന്താണ് പഥ്യതരമായത് എന്നുള്ളതിന് മറുപടി ധർമ്മമാണ് പഥ്യതരമായത് എന്നാണ്. തുടർന്ന് നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. താരാദിപഞ്ചമനുഭിഃ പരിഗീയമാനം മാനൈരഗമ്യമനിശം ജഗദേകമൂലം സച്ചിത് സമസ്തഗമനശ്വരമച്യുതം തത്തേജഃ പരം ഭജത സാന്ദ്രസുധാംബുരാശിം സാന്ദ്രസുധാംബുരാശിം.